അഹമ്മദാബാദ് വിമാന അപകടത്തിൽ കൊല്ലപ്പെട്ട ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണിയുടെ മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറി. ഇതുവരെ 87 മൃതദേഹമാണ് DNA പരിശോധനയിൽ തിരിച്ചറിഞ്ഞത്. വിമാന അപകടത്തെക്കുറിച്ച് പാർലമെന്ററി സമിതിയും അന്വേഷിക്കും. വിവരങ്ങളുമായി ഇപ്പോൾ ശ്രീനാഥ് ചന്ദ്രൻ അഹമ്മദാബാദിൽ നിന്ന് ചേരുന്നുണ്ട്. ശ്രീനാഥ്, വിജയ് രൂപാണിയുടെ സംസ്കാരം എപ്പോഴാണ്? ഈ DNA പരിശോധന എവിടെ വരെ എത്തി? ശ്രീനാഥ്. ഉന്മേഷ്, ഇപ്പോൾ മൃതദേഹം രാജ്കോട്ടിലേക്ക് എത്തിക്കുകയാണ്. ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് അഹമ്മദാബാദിലെ സിവിൽ ആശുപത്രിയിൽ നിന്ന് മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തത്. പിന്നീട് വിമാനത്താവളത്തിലേക്ക് എത്തിക്കുന്നു. അവിടുന്ന് രാജ്കോട്ടിലും അവിടെ വിലാപയാത്രയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. ഇന്ന് വൈകിട്ട് 4 മണിയോടെ വിമാനത്താവളത്തിൽ നിന്ന് വിലാപയാത്ര വിവിധ മേഖലകളിലൂടെ കടന്നുപോയി അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് എത്തും. പിന്നീട് 4 മണി മുതൽ 1 മണിക്കൂർ നേരം പൊതുദർശനമാണ്. അതിനുശേഷം 5 മണിയോടെയാണ് സംസ്കാര ചടങ്ങുകൾ തീരുമാനിച്ചിട്ടുള്ളത്. സംസ്ഥാനം ഇന്ന് ഔദ്യോഗിക ദുഃഖാചരണം ആചരിക്കുന്നുമുണ്ട്. ഏതായാലും DNA പരിശോധനാ ഫലങ്ങൾ വേഗത്തിൽ ലഭ്യമാക്കാനുള്ള ശ്രമം ഡോക്ടർമാരുടെ ഭാഗത്തു നിന്ന്, ഫോറൻസിക് വിദഗ്ധരുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാവുന്നുണ്ട്. ഇതുവരെ 87 DNA പരിശോധനാ ഫലങ്ങളാണ് ലഭ്യമായിട്ടുള്ളത്. 41 പേരെ തിരിച്ചറിഞ്ഞ 41 പേരുടെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോൾ 3 മൃതദേഹം രാവിലെ തന്നെ വിട്ടു നൽകിയിരുന്നു. ഇതിന്റെ ഔദ്യോഗികമായ കണക്കുകൾ വരേണ്ടതുണ്ട്. ഏതായാലും ഈ അപകടവുമായി ബന്ധപ്പെട്ട് പാർലമെന്ററി സമിതി JDU നേതാവ് സഞ്ജയ് ഝായുടെ നേതൃത്വത്തിലുള്ള ഒരു സമിതി അന്വേഷിക്കും എന്ന വിവരം കൂടി ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. ഇംഗ്ലണ്ടിന്റെയും അമേരിക്കയുടെയും ഒക്കെ തന്നെ വിദഗ്ധർ ഇന്ന് അപകടം നടന്ന മേഖലയിലേക്ക് എത്തി. ബോയിങ്ങിന്റെ വിദഗ്ധ സംഘവും അഹമ്മദാബാദിൽ എത്തിയിട്ടുണ്ട്. ഉന്മേഷ്. ശരി, ശ്രീനാഥ് ചന്ദ്രനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.